ഇത് തായ്ലൻഡിലെ ഒരു ഫുഡ് മാർക്കറ്റാണ്. ഇത് ചോൺപൂരിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചോൺപൂരിയിൽ ഒരു ഫുഡ് മാർക്കറ്റ് കാണിക്കണം. ഇവിടെ കണ്ട് മുളയിൽ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. മുളയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം അടിപൊളി രുചിയാണ് ഈ സംഭവത്തിന്. അതുകൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ കുറേ കപ്പൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ മരങ്ങളും എല്ലാം ഉണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ബാങ്കോക്ക്, ചോൺപൂരി, പട്ടയെല്ലാം. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൊണ്ടുവച്ച സാധനമാണ്. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കുറച്ചുകൊണ്ട് സാധനം കെടും. അപ്പോൾ അതുവരെ ആ ചൂടോടെ നിലനിൽക്കും. പല വെറൈറ്റി ഫുഡാണ് അവിടെ. തായ്ലൻഡ് ഫുഡ് പ്രസിദ്ധമാണല്ലോ. പിന്നെ ആ സമയത്ത് കുറേ പേര് അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നു. രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ഇടത്തരം ഹോട്ടലാണ്. പക്ഷേ റൂമിൽ കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. ബാങ്സേ ബീച്ച് എന്നാണ് ആ ബീച്ചിൻ്റെ പേര്. ഇതും പട്ടയൊക്കെ അടുത്തിട്ടുള്ള ബീച്ചാണ്. പല പല ബീച്ചുണ്ടല്ലോ. ആ കടൽ പോകുന്ന വഴിക്കുള്ള എല്ലാ സ്ഥലവും ഓരോ പേരും കൊടുത്ത്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓരോ പേരും കൊടുത്ത് ബീച്ച് ഇടുന്നു. പക്ഷേ ബീച്ചെല്ലാം കാണാൻ ഭംഗിയുള്ള ബീച്ചുകളാണ്. എല്ലാം നീറ്റാണ്. രാവിലെ ഞാൻ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്ന കരുതി. അപ്പോൾ ഒരു സ്ഥലത്ത് കയറി കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കയറുകയാണ്. ഭക്ഷണം കയറി കഴിച്ചു. ഭക്ഷണം അത്യാവശ്യം നല്ലതായിരുന്നു. ഇവരാദ്യം തന്നെ കുറേ ഐസൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് വരും. ഇതൊരു സൂപ്പാണ്. അത് നല്ല രുചിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാനങ്ങ് നടക്കുകയാണ് ഫുഡ് പാത്തിലൂടെ. കടകളൊക്കെ പയ്യെ തുറന്ന് വരുന്നേ ഉള്ളൂ. രാവിലെ ഒരു 8 മണിയൊക്കെ ആയി വന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. കടയൊക്കെ തുറന്ന് വരുന്നുള്ളത് നമുക്ക് കണ്ടറിയാമല്ലോ. ഞാനപ്പോൾ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ബീച്ച് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. ഞാൻ റോഡ് ക്രോസിനെ കാണുന്നത്. റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ അങ്ങ് പോവുകയാണ്. ആളുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ കുറച്ച് വൈകി എണീക്കുള്ളൂ. തായ്ലൻഡുകാരെന്ന് വെച്ചാൽ കുറച്ച് വൈകി എണീച്ചിട്ട് നേരത്തെ കിടക്കില്ല, വൈകി തന്നെ കിടക്കുകയുള്ളൂ. അത് ഇന്ത്യക്കാരും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ വൈകി എണീക്കുകയുള്ളൂ, പക്ഷേ പിന്നെ വൈകി കിടക്കുകയുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ ലോകം മുഴുവൻ. എനിക്ക് തന്നെ മൊബൈൽ ഫോൺ വന്നിട്ട് ഇത് തന്നെ എനിക്ക് അവസ്ഥ. ഇത് പോകുന്ന വഴിക്ക് കണ്ടൊരു വീടാണ്. നല്ല ഫിനിഷിങ് കണ്ടറിഞ്ഞെടുക്കുന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ തെരുവിനേക്കാളും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഭാഷ വ്യത്യാസമുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ വെഹിക്കിൾസ് ഇപ്പോൾ പല വെറൈറ്റി വെഹിക്കിൾസ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ അവർക്കൊരു 10 രൂപ 10 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. ഈ ദൂരെ കാണുന്നതാണ് ബാങ്സേ ബീച്ച്. അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാങ്സേ ബീച്ച് എന്ന് പറഞ്ഞ്. ഇവിടെ നിന്ന് നമുക്ക് കയറി ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ബീച്ച് തുടങ്ങുന്നത്. ഫുള്ള് തെങ്ങാണ്. നമ്മുടെ കേരളം പോലെ തന്നെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. തെങ്ങിന് നമ്മുടെ അവിടെക്കാളും നല്ല വളർച്ചയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വിളർച്ച തീരെയില്ല. അതായത് രോഗങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് പുറത്ത് പോയി കണ്ടാൽ എല്ലാം നല്ലതായിട്ട് തോന്നും. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അറിയാം. പക്ഷേ തെങ്ങ് കണ്ടിട്ട് കുഴപ്പം തോന്നുന്നില്ല. അത് കാരണം നല്ലൊരു തെങ്ങാന്ന് തോന്നുന്നു. തെങ്ങ് മാത്രമല്ല, ഇഷ്ടംപോലെ കടകളുണ്ട് എൻ്റെ ഉള്ളിൽ. ധാരാളം കടകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത്. ഇരിക്കാനുള്ള സ്ഥലവും കഴിക്കാനുള്ള സ്ഥലവും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ശരിക്കും അറിയാവുന്ന ആൾക്കാരാണ്. അതൊക്കെയാണ് എനിക്ക് തായ്ലൻഡൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം. നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാം. നല്ല മാനേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഇനിയും ഇമ്പ്രൂവൈസ് ചെയ്യാനുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളൊരു മോശക്കാരെന്നല്ല പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാരും ബസ്സിലെ ജീവനക്കാരും ഇവരൊക്കെ. പിന്നെ പോലീസുകാർ ഇപ്പോൾ ഓൾറെഡി ഇമ്പ്രൂവൈസ് ആയിക്കഴിഞ്ഞു. നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അവിടെയൊക്കെ ഓൾറെഡി അങ്ങനെയൊന്നുമല്ല. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ട്ലിനെസ് കുറവാണ്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവും. സോ ചെറിയ ചെറിയ കടകൾ പോലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്ന ബീച്ചിലാണ് ഇതിൽ നമ്മളിപ്പോൾ വന്നാക്കി കണ്ടു. എല്ലാ സ്ഥലത്തും കടയാണ്. 1 ഇഞ്ച് പോലും വിടാണ്ട് ഇവർ കട വെച്ചിരിക്കുകയാണ്. അത്രത്തോളം ബിസിനസ്സുണ്ട്. എന്നിട്ട് ഒരു വൃത്തിയൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്ക് നോക്കി കാണാം. ഇത് ഫുള്ളായിട്ട് കവേഡ് ഏരിയയാണ്. ഇതെനിക്ക് തന്നെ പെർമനൻ്റ്ലി കവേഡ് ആയിട്ട് മാറ്റിയെന്ന് തോന്നുന്നു. ഇവർ അയച്ചു മാറ്റുമെന്ന് തോന്നണ്ട. ബാക്കി പട്ടയിലൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് അവർ അയച്ചു മാറ്റുമായിരുന്നു. പിന്നെ ടൂറിസം ഫ്രണ്ട്ലി ആയ ഒരു രാജ്യത്ത് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ശരിക്കും വേണ്ടത്. ഭയങ്കര രസമാണ് ഈ ടൂറിസം ഫ്രണ്ട്ലി രാജ്യത്ത് നിന്നാൽ. നമ്മുടെ രാജ്യവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലീനായിട്ടുള്ള മണൽപ്പുറങ്ങളാണ്. അവിടെ ആൾക്കാർ ശാന്തരായിട്ടിരുന്ന് ഒരു പായൊക്കെ വിരിച്ചിരുന്ന് വലിയ സൗണ്ടൊന്നും കേൾപ്പിക്കാണ്ട് ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇവർ അവരുടെ കാര്യം നോക്കി മറ്റുള്ളവർക്ക് ശല്യമൊന്നും പെടുത്താണ്ട് അല്ലെങ്കിൽ വലിയ ഷൗട്ടിംഗ് ഒന്നും ഇല്ലാണ്ട് സാവധാനം നല്ല രസമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുള്ളൊരു വിസിബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തലച്ച് ചിരിക്കുക, സൗണ്ട് പൊക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ്. നമ്മുടെ ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കടലിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇട്ട സ്ഥലങ്ങളൊക്കെയാണ്. കടലിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു ചെറിയ പാലം പോലെയൊക്കെ വെച്ചിരിക്കുന്ന അടുത്ത ഇടയ്ക്ക് മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എനിക്ക് കയറാൻ പറ്റിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കയറാൻ പോവുകയാണ്.
ഈ കാണുന്നതാണ് ആ കടൽപ്പാലം. ഇവരുടെ മിക്ക സ്ഥലങ്ങളിൽ ഇങ്ങനെ കടൽപ്പാലങ്ങളുണ്ട്. നമുക്കറിയാം അവർ കയറുമ്പോൾ ഇങ്ങനെ പൊങ്ങിന്നാണ് ഇരിക്കും. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നൈനിറ്റാള ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. ലേക്കിൻ്റെ ഉള്ളിൽ പോലും വെച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ വേവ്സ് വന്ന കാരണം ഇത് പൊങ്ങിന്നാണ് ഇരിക്കുന്നത് മാത്രം. സ്പീഡ് ബോട്ട്സ് കുറേ പോകുന്നുണ്ട്. അങ്ങനെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളിപ്പോൾ ഒരാളെ ഫോട്ടോ എടുത്താലും കണ്ടാലും അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലങ്ങനെയല്ല, 35 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കാൻ പാടുന്നതാണല്ലോ. ഞാൻ സാധാരണ 34 നിർത്താറാണ് പതിവ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് 35 ആണെന്ന് നോക്കി 36 സെക്കൻഡ് നോക്കിയിട്ടും പെണ്ണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 35 സെക്കൻഡ് നമ്മുടെ നാട്ടിൽ നോക്കുന്നത് എന്തൊരു കോലം ഓർത്തായിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല കോലമുള്ള പെണ്ണുങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അവരെ 36 സെക്കൻഡ് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിയമങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ ചിരിപ്പിക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടും. വളരെ രസകരമായ നിയമങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പോസ്റ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ചുറ്റും അപ്പുറത്ത് ഇങ്ങനെ ഇതിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഈ സംഭവം. ഇത് സ്പീഡ് ബോട്ടുള്ള സാധനമാണ്. ഞാൻ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആദ്യം വന്നപ്പോൾ ഓടിച്ചാണ്. ഇപ്പോൾ ഒന്നും കയറിയിട്ടില്ല. നല്ലൊരു എമൗണ്ട് കൊടുക്കുന്ന കാരണം മാത്രമാണ്, സാമാന്യത്തിൽ കൂടുതൽ പിശുക്കനായ കാരണം മാത്രമാണ് ഞാൻ അതിൽ കയറാത്തത്. പക്ഷേ കണ്ടാസ്വദിക്കാനുള്ള കഴിവ് ഞാനിപ്പോൾ നേടിക്കഴിഞ്ഞു. കണ്ടാസ്വദിക്കാൻ നമുക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ തിരിച്ച് നമ്മുടെ ബീച്ചിലേക്ക് എത്തി. ഇവിടുത്തെ ആ കാം ആൻഡ് ക്വയറ്റ് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പുകവലിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ടൊരു ഏരിയ ഉണ്ട്. പുകവലി ഒരു രക്ഷയില്ലാത്തവന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വലിക്കാം. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സ്ഥലത്തും പുകവലിച്ച് നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിപ്പോൾ കുറഞ്ഞു നമ്മുടെ നാട്ടിൽ, പക്ഷെ എന്നാലും ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്ന കടകളൊക്കെ നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കടലായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ഭാഷയുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ. ഇതേപോലെ ഒരു അമ്മച്ചിമാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇറങ്ങി കച്ചവടം നടത്തുകയാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെട്ടു പോയാൽ. ഇപ്പോഴും നടന്നവരൊക്കെ ഉണ്ട്, പക്ഷേ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. എല്ലാ സ്ഥലത്തും ആളുകൾക്ക് ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെ, കുറച്ച് കാണാനൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. കണ്ടാൽ മാത്രം പോലെ ആസ്വദിക്കാൻ കൂടെ പഠിക്കുക എന്നുള്ളതിൽ മെയിൻ കാര്യം. പിന്നെ ഫ്രണ്ട്ലിനെസ് എന്തായാലും ഇവരത്ര നമ്മളായിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ വരും. ഞാൻ അവിടെ എത്തിയപ്പോൾ കേട്ടു ഒരു മൗണ്ടൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ബാങ്ക്സി മൗണ്ടൻ. അപ്പോൾ ആ മൗണ്ടൻ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി മൗണ്ടൻ കാണാൻ മാത്രമേ പറ്റുള്ളൂ, കയറി നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാനോർത്ത് കയറി നടക്കാമെന്ന് ഓർത്തത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കയറാൻ പറ്റില്ല, ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും ആ സൈഡിൽ അവർ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ സൈഡെല്ലാം നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മരങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഇലയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വാട്ടറാണ്, ക്ലിയർ വാട്ടറാണ്, നല്ല വെള്ളമാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ദൂരം നോക്കുമ്പോൾ പോലും ആ വെള്ളത്തിൻ്റെ അടിവശം വരെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ബാങ്ക്സി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ നമ്പേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സാണ്. അവിടുത്തെ ഡിസൈനേഴ്സ് ചെയ്ത ഒരു സംഭവമാണ്. ഇതെല്ലാം ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇവരുടേതായ തദ്ദേശീയമായ രീതിയിലായിരിക്കും കുറേയൊക്കെ ചെയ്തേക്കണം. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തദ്ദേശീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അങ്ങനെ വരുമ്പോഴേ ശരിക്കും നമ്മുടെ കൾച്ചർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ വ്യത്യാസം ശരിക്കും കാണാനുണ്ട് തായ്ലൻഡ് വന്നു കഴിഞ്ഞാലും. നമ്മുടെ നാടും എനിക്ക് തോന്നുന്നു ഇതുപോലൊക്കെ തന്നെ പുരോഗമിച്ച് തുടങ്ങി. എനിക്കതൊക്കെ ഇഷ്ടമായ കാര്യമാണ്. അങ്ങനെ തന്നെ വന്നം അത് നമ്മുടേതായ രീതിയിൽ തന്നെ പുരോഗമിക്കുമ്പോഴാണ് രസം തന്നെ. നമ്മുടെ അതിൻ്റെ കുറച്ച് പ്രശ്നം വെച്ചാൽ മ്യൂസിയത്തിൽ കയറുമ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതൊക്കെയാണ് വളരെ വൃത്തിയായിട്ട് പരിപാടി. ഇവരാണെങ്കിൽ വീഡിയോ എടുക്കുമെന്ന് പറയുന്നത്. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. ഈ കുറേ നാട്ടുകാർ കാണുമ്പോഴേ വരുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരും വീഡിയോ എടുക്കാൻ പാടില്ല. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു മൗണ്ടൻ ഉണ്ട്. അപ്പോൾ ആ മൗണ്ടനിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. മൗണ്ടനിലേക്ക് അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും നല്ല വെയിലത്ത്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വെച്ചു. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ക്യൂട്ടസ്റ്റ് ആൻഡ് വൈൽഡസ്റ്റ് പ്ലേസ് ദാറ്റ് ഐ ഹവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു വൈൽഡ്നെസ്സും ഒരു ബ്യൂട്ടിയൊക്കെ ഈ സ്ഥലങ്ങളിൽ കളിയാടി വിളയാടി നിൽക്കുന്നു. ഈ ഒരു കവർ എനിക്കിഷ്ടമായി. പെർഫറേറ്റഡ് ഷീറ്റാണ് ഈ സംഭവം. മഴ പെയ്താൽ വെള്ളം ഉള്ളിൽ കിടക്കും. പക്ഷേ എന്നാൽ അതിൻ്റെ ഡിസൈൻ, അത് ചെയ്ത ഡിസൈനർ എനിക്കിഷ്ടമായി. അയാളുടെ ഡിസൈൻ കൊള്ളാം. അതിൻ്റെ ഷെയ്ഡ് കാണാൻ എപ്പോഴും ഭംഗിയുണ്ട്, വെയിലടിക്കുമ്പോൾ ഷെയ്ഡ് കാണുന്നതിന്. പിന്നെ ഈ തായ്ലൻഡിലെ ഈ കടൽ കാണാൻ നല്ല രസമുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. അടിയിൽ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. കുറേ എന്തോ സിവിൽ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ, ഇതാണ് മൗണ്ടൻ ശരിക്കും ഈ കാണുന്നത്, മുകളിൽ കാണുന്നതാണ് മൗണ്ടൻ. ഈ ഒരു ഏരിയ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലായി. കാരണം ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു മൗണ്ടനിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. സോ ഇവിടെ ഈ വർക്ക് ചെയ്യാൻ കണ്ടറിയാം. ഇതൊക്കെ വർക്ക് ചെയ്ത് എടുത്തേക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഹൈറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്തേക്കുന്ന
ഒരു ബിൽഡിംഗ് പോലെയാണ് ഈ കാണുന്നത്. നമ്മൾ നടക്കുന്ന നടപ്പാതയൊക്കെ അടിയിൽ നിന്ന് പൊക്കിയേക്കണെയാണ്. സൈഡിൽ റോഡ്, ഈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയായിരുന്നു, ഇവരിത് കെട്ടിപ്പൊക്കിയേക്കണെയാണ് ഇങ്ങനെയല്ല നടപ്പാതയ്ക്ക് വേണ്ടി തന്നെ. അപ്പോൾ കുരങ്ങന്മാരിഷ്ടം പോലെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചിലവർ തിന്നാനും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പിന്നെ ഇതൊരു തായ്ലൻഡ് മങ്കിയാണെന്ന് മാത്രം. നമ്മുടെയൊക്കെയാണ് ഇന്ത്യൻ മങ്കീസ് ആയിരിക്കും, ഇത് തായ്ലൻഡ് മങ്കിയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തായ്ലൻഡ് മങ്കിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത് കുറച്ച് നമുക്ക് കാണാൻ പറ്റും. സോ അവർ തായ്ലൻഡ് മൗണ്ടനിൽ അത്ര ഫോറസ്റ്റ് ഇല്ല. ദയ കാണുന്ന ഒരു കുരങ്ങൻ. ഈ കുരങ്ങൻ ഒരാളല്ല, 5-6 പേരുണ്ട്. ഈ മൗണ്ടൻ എന്നൊരു ഉദ്ദേശിച്ച് പുറകെ കാണുന്ന ആ ഒരു വലിയ മൗണ്ടനെയാണ് മൗണ്ടൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ വഞ്ചിക്കപ്പെടാനുണ്ടായത്. ഈ ഏരിയ എല്ലാം ശരിക്കും ചോൺപൂരി തന്നെയാണ്, മൊത്തം ചോൺപൂരി ഏരിയയാണ് ഇതെല്ലാം. ഈ ചോൺപൂരിൽ ബാൻസൺ എന്നുള്ള ബീച്ചും ചെറിയൊരു മൗണ്ടനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത്. മൗണ്ടൻ്റെ പേര് സാമുക് മൗണ്ടൻ എന്നാണ്. സോ സാമുക് മൗണ്ടൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കാണുന്നത് ക്രെയിനാണ്. ഈ കുരങ്ങനാണ് ഞാനായിട്ട് മീറ്റിംഗ് വന്നത്. ഈ കുരങ്ങിനെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ എൻ്റെ ഫോൺ തട്ടിപ്പിടിക്കാൻ നോക്കി. എൻ്റെ ഫോൺ കയ്യിൽ നിന്ന് താഴെ പോവുകയും ചെയ്തു. അതുകൊണ്ട് നാട്ടുകാരെ കൂടി ഓടിക്കൂടി. പക്ഷേ എന്തായാലും ഈ കുരങ്ങ് കുറച്ച് മന്നായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ തന്നെ എൻ്റെ ഫോൺ പിന്നെ എടുക്കുകയുണ്ടായത്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഒരു വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ പോവുകയാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ തായ്ലൻഡ് വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഇന്നലെ കണ്ടുവച്ചാണ്, അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. സോ ഡ്രൈ ഫ്രൂട്ട് കടയിലേക്ക് ഞാൻ കയറി. ഇങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കടകളുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് മാത്രമല്ല, ഇത് വല്ലൊരു മാർക്കറ്റ് പോലെയാണ്. പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് റോഡ് സൈഡിൽ തന്നെയുണ്ട്. ഇത് റോഡ് സൈഡിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഞാൻ ഇന്നലെ കണ്ടത് റോഡ് സൈഡിലുള്ളായിരുന്നു. ഇത് ഉള്ളിലേക്ക് ഇതിൻ്റെ തന്നെ വേറെ സെക്ഷനായിട്ട് കുറേ ഏരിയ ഉള്ളവരെ ഞാൻ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കയറി ചെന്ന് നമുക്കറിയാം, കുറേ അമ്മച്ചിമാർ, ഒരു 60, 70 അല്ലെങ്കിൽ 80 വയസ്സുള്ള ആളുകളൊക്കെ, അവർക്ക് റിട്ടയർമെൻറ്റ് ആയിരുന്ന വിഷയമൊന്നുമല്ല. അവർ എല്ലാവരും ആക്റ്റീവ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അവർ പ്രായം നോക്കാണ്ട് തന്നെ, അത് ചെറുപ്പക്കാരായാലും പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആണുങ്ങളെ ഈ വഴിക്ക് കാണില്ല. ആണുങ്ങൾ അധികം പേര്, ഞാൻ കേട്ട ശരിയാണെങ്കിൽ, കള്ളും കുടിച്ച് വീട്ടിൽ കിടക്കുകയായിരിക്കും. പെണ്ണുങ്ങളാണ് പണിയെടുക്കാൻ. അത് തായ്ലൻഡിലെയും നേപ്പാളിലൊക്കെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. അത് നമുക്ക് സ്ത്രീകളോട് ശരിക്കും പോകാൻ തോന്നുന്നൊരു സംഭവമാണ് ഇവിടെ എല്ലാം. കാരണം ഇവർക്കിപ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അപ്പുറത്തുള്ളവർക്ക് ദേഷ്യമൊന്നും വരില്ല. ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ച് പോട്ടെ എന്ന് എല്ലാവരും ഓർക്കുന്നുള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം. ഫുഡെല്ലാം അടിപൊളിയാണ്. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും. ഞാനിവിടെ നിന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിൽ പോയിട്ട് കറുമുറ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ, കാരണം നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ തായ്ലൻഡ് ടേസ്റ്റ് വീട്ടിലേക്ക് എത്തിക്കണം എന്നാണല്ലോ, അതുകൊണ്ട്. അപ്പം ഞാനങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചു. കുറച്ച് വാങ്ങിക്കാൻ, ഇത് മുളയിലുണ്ടാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഈ ഇല ചുട്ടെടുക്കുന്ന നമ്മുടെ അപ്പം പോലത്തെ സംഭവമാണ്. പിന്നെ കുറേ ചിപ്സൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചിപ്സ് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും 60-70 ഭാഗത്തൊക്കെ ആവും. പക്ഷേ 60-70 ഭാഗത്തൊക്കെ അത്ര നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ല രസമായിട്ട് തിന്നാം. നല്ല ഫുഡാണ് തായ്ലൻഡ്. തായ്ലൻഡ് ഫേമസ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞ പോലെയാണ്. തായ്ലൻഡ് എല്ലാ രുചിയും അടിപൊളി രുചിയാണ്. നമ്മുടെ കേരള രുചീനൊക്കെ കവച്ച് വയ്ക്കും എല്ലാം കൊണ്ടും. അപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. സോ ഇന്ന് പട്ടയയ്ക്കാണ് പോകുന്നത്. പട്ടയ ജോംടെൻ ബീച്ചിൻ്റെ അടുത്തേക്കുള്ള ഒരു ഹോട്ടലിൽ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കയറുമ്പോഴുള്ള കാഴ്ചയാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ സ്വിമ്മിംഗ് പൂളിലെ ഹോട്ടലിൽ ബുക്ക് ചെയ്യാറുള്ളൂ. സാധാരണ സ്വിം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ബീച്ചിൽ പോയിട്ട് എനിക്ക് സ്വിം ചെയ്യണം, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിൽ ഒന്ന് സ്വിം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു മുറി എൻ്റെയാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് മുറിയിൽ തന്നെ നമുക്ക് നേരിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടാം. പിന്നെ ഇത് റിസപ്ഷൻ ഏരിയയാണ്. അവരൊരു ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ വാട്ടർ ബോഡീസും പിന്നെ പ്ലാസ്റ്റിക് മീൻസ് ഫ്ലവേഴ്സാണ് ഈ കാണുന്നതെല്ലാം. എനിവേ എല്ലാം ശരിക്കും എല്ലാ വാളും എംബഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട്. അത്യാവശ്യം നന്നാക്കി തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ജോംടെൻ ബീച്ച് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൽ ഞാൻ പോവുകയാണെങ്കിൽ ജോംടെൻ ബീച്ച് പോകാണ്ട് ഞാൻ പോകുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ജോംടെൻ ബീച്ച് എന്നെ സംബന്ധിച്ചൊരു ഹെവനാണ്. അവിടെ പോയിട്ട് ഒരു ബിയറും കുടിച്ചിരുന്നാൽ മതി. അതെനിക്ക് ആവശ്യമുള്ളൂ. അവിടെ നല്ല രസമായിരിക്കും. അപ്പോൾ ജോംടെൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ഒരു 6-6:30 സമയമായിട്ടുണ്ടാവും. വൈകുന്നേരം സന്ധ്യ ഈ സമയത്ത് ജോംടെൻ ബീച്ചിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ വേറെ ഗുണമെന്ന് വെച്ചാൽ മലയാളീസിനെ നമുക്ക് അധികം കാണാൻ കിട്ടില്ല ഇവിടെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അധികം പേരും ഈ ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്ക് മലയാളം കേൾക്കാണ്ട് കുറച്ച് നേരത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം, അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പം വൈകുന്നേരം പോയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. വാക്കിംഗ് സ്ട്രീറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവസാനം പോകണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ ഒരു 7 കയറിയിട്ട് കുറച്ച് ബിയർ വാങ്ങിച്ചു. അത് കഴിച്ചോടെ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ ഞാൻ ജോംടെൻ ബീച്ചിൽ തന്നെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണുണ്ടായത്. എനിവേ ഈ തായ്ലൻഡിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന സൈഡിൽ കാണുന്ന കടകളൊക്കെ കാണുമ്പോൾ എല്ലാം വളരെ അടുത്തടുത്തിട്ടുള്ള കടകളാണ്. ഫാർമസി ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ഈ പട്ടയ ബീച്ചിൻ്റെ മുകളിൽ, ജോംടെൻ ബീച്ചിൻ്റെ മുകളിൽ
ഒരു ചെറിയ മൗണ്ടൻ പോലെ ഏരിയ ഉണ്ട്, അവിടെ ടെമ്പിളൊക്കെ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് ഞാൻ കേട്ടു. സോ അങ്ങോട്ട് ഞാൻ കാറിൽ പോകുന്ന വഴിയാണ്. അവിടെ കാണുന്ന ടെമ്പിളാണ് ഇതുവരെ കാണുന്നത്. അപ്പോൾ ടെമ്പിൾ ഞാൻ പിന്നെ കാണാമെന്ന് വെച്ചു, കാരണം ടെമ്പിൾ സൈഡിൽ ആണ് നല്ല വ്യൂ തന്നെ. അവിടെ ചെറിയൊരു ഏരിയയൊക്കെ അവർ ഡെവലപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് ആ വ്യൂ. ദൂരെ കാണുന്ന സ്കൈ സ്ക്രാപ്പേഴ്സിൻ്റെ വ്യൂ ആണ് കാണുന്നതല്ല. ഇതൊന്നും പ്ലാസ്റ്റിക് ചെടിയല്ല, ഇത് ശരിക്കുള്ള ചെടികൾ തന്നെയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് കാണാം, ദൂരെ ഇങ്ങനെ പട്ടയ മുഴുവനും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് പട്ടയ ബേ എന്ന് പറയും ഈ സ്ഥലങ്ങളൊക്കെ. എന്തോരം സ്കൈ സ്ക്രാപ്പേഴ്സാണെന്ന് നോക്കുക നമ്മുടെ. അപ്പോൾ ഈവൻ പട്ടയൊക്കെ അവരുടെ ചെറിയൊരു ഏരിയ ആണ്, അതായത് ബാങ്കോക്ക് അല്ല ഇതൊന്നും. അവിടെ പോലും അവരുടെ ഡെവലപ്മെൻറ്റാണ് നമ്മൾ കാണുന്നത്. തായ്ലൻഡ് നമ്മളെക്കാളും വളരെ എക്കണോമിയിൽ താഴ്ന്ന സ്ഥലമാണെങ്കിലും അവർ ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമുക്കുണ്ട് ഇതുപോലെ ഓരോ ബീച്ചുകളൊക്കെ. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലത്തെ എത്ര കൊച്ചി ഉണ്ടാവും. കൊച്ചി നല്ലൊരു സ്ഥലം തന്നെയാണ്, നമുക്ക് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ബാങ്കോക്ക് കാണിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് പോയാൽ പട്ടയം ഇവർക്ക് കാണിക്കാൻ പറ്റും. കാരണം എന്താ, അവർ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നു. നമ്മുടെ അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നമ്മൾ മദ്യം കൊടുക്കില്ല. മദ്യം എവിടെയെങ്കിലും ബിയർ വിൽക്കാൻ നോക്കി അതുപോലും തടയാൻ വേണ്ടി ആൾക്കാർ വരും. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സംഭവം. ഗോവയ്ക്ക് എന്നാൽ ഇത്തരം പ്രശ്നമൊന്നുമില്ല. ഗോവയിലും മനുഷ്യർ ജീവിക്കുന്നതാണ്, അവർക്ക് ബിയർ കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് ബിയർ കൊടുക്കുന്നതും എല്ലാം ബാർ ഓപ്പൺ ചെയ്ത വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടുള്ളൂ. പക്ഷേ അതിന് എല്ലാവർക്കും കൂടെ ബുദ്ധി വെച്ചാലേ ശരിയുള്ളൂ. കുറച്ച് പേർക്ക് മാത്രം ബുദ്ധി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഒന്ന് ട്രാവൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, പിന്നെ അത് നാടിന് ഗുണം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും ബിയർ പാർലർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെക്കാളൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ആൾക്കാരിൽ അധികം എഡ്യൂക്കേഷൻ ഉണ്ട്. കുറച്ച് വിനയവും കുറച്ച് ബുദ്ധിയും കൂടെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നാട് ഇതിനേക്കാൾ നന്നാവാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ പോയിപ്പോൾ ഒരു കൊച്ച് വേറെ കൊച്ചിനെ എടുത്ത് നടക്കണേ കണ്ടു. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ തന്നെ കൊച്ച് വേഗം മാറിപ്പോകാൻ പറഞ്ഞു. അത് ടാറ്റ തന്നെയാണെന്ന് തോന്നുന്നു. എനിവേ എന്നെ അവിടെ നിന്ന് ഓടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളെ കാണുന്ന എല്ലാം ഒരു സ്റ്റിൽ വാട്ടർ പോലെ ഫീൽ ചെയ്യുന്നു. കണ്ട ഒട്ടും അനക്കമില്ലാത്ത സ്ഥലം പോലെ തോന്നും. ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും മനോഹരമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നേരെ പോകുമ്പോൾ ദൂരെ ഒരാൾ നിൽക്കണ കാണാം, ഒരു പ്രതിമ പോലെ കാണാം. ഇതൊരു റേഡിയോ ടവറാണ്. ഇവിടെ ഒരു FM റേഡിയോ ഉണ്ട്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു FM റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അത് ഈ ഒരു ഏരിയയിലത്തെ ഒരു FM റേഡിയോ ആണ്. ഈ ഒരു ഏരിയ പട്ടംനാക് മൗണ്ടൻ എന്നാണ്. ഈ പട്ടയ ബീച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ചെറിയ മൗണ്ടനാണ്. അതായത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലം കൂടെ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നുന്നില്ല അവിടെ നോക്കിയപ്പോൾ. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഈ ഏരിയ മുഴുവൻ ഉള്ളിൽ നിന്ന് കാണാം. അടിപൊളിയാണ് അവിടെ. ഇത് ഇലയൊന്നും ഇല്ലാത്ത കുറച്ച് മരങ്ങളുണ്ട്. അത് മിക്കവാറും കുറച്ച് നേരം കഴിയുമ്പോൾ ഇല വരുമായിരിക്കും. ഇപ്പോഴും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറേ കോഴികളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. കോഴികളുടെ പ്രതിമകൾ ഇഷ്ടം പോലെ ഇവിടെ. പിന്നെ അവരുടെ നീറ്റായിട്ടുള്ള കുറച്ച് ഇരിപ്പിടങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ FM സ്റ്റേഷൻ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിമ കാണാം. ഇവിടുത്തെ ഒരു രാജാവിൻ്റെയാണ്, അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളുടെയാണ്, രാജാവിൻ്റെ തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് പിന്നെ പറയാം. പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ പ്രതിമകളും ബോൺസൈ മരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടിനുള്ള അവസരങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും ഫോട്ടോയ്ക്ക് പറ്റിയ ഏരിയയാണ്. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഇത്രയും വലിയൊരു ഏരിയ കിട്ടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് സൺസെറ്റും സൺറൈസും കാണാൻ നല്ല രസമായിരിക്കും. ഈ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ രാജാവിൻ്റെ പ്രതിമയുടെ മുൻവശം. ഇവിടെ കുറേ ആളുകൾ പൂജിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു പ്രതിമ ഇവിടുത്തെ തായ്ലൻഡിലെ ഒരു രാജാവിൻ്റെയാണ്. 19th സെഞ്ച്വറി രാജാവാണ്. അദ്ദേഹമാണ് ഈ തായ്ലൻഡ് നേവി ഇപ്പോൾ ഉള്ള ലെവലിലേക്ക് വികസിപ്പിച്ച ആൾ ഇദ്ദേഹമാണെന്ന് പറയുന്നത്. സോ ഇവിടെ ജനങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറുന്ന ഷൂസ് ഊരിയിട്ട് വേണം കയറാൻ എന്നൊക്കെ പറയുന്നു. ഇവർക്ക് ആരെങ്കിലും ആരാധിച്ചാൽ മതി. എന്തായാലും ഇദ്ദേഹം ചിലപ്പോൾ അത്രയും കഴിവുള്ളൊരു മനുഷ്യനായിരിക്കാം, ഒരു അഡ്മിറലാണെന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും ബഹുമാനം ഇപ്പോഴും കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ ബുദ്ധക്ഷേത്രത്തിലേക്കുള്ള ഒരു എൻട്രൻസാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഭിക്ഷു ഇരിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ഇരിപ്പുണ്ടായിരുന്നു.
പിന്നെ ഇവർ ആർക്കിടെക്ചറാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് എത്തിയത്. ഗോപുരങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എൻ്റെ ഉള്ളിൽ ശിവനും വിഷ്ണുവൊക്കെ ഉണ്ട്, നമ്മുടെ ബ്രഹ്മാവ് വരെ ഉണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവർ മാത്രമല്ല, ബുദ്ധനുണ്ട്, ബുദ്ധൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു സമ്മിശ്രമായ ഒരു ഏരിയയാണ് ഇതെല്ലാം. ബുദ്ധൻ കിടക്കണു, ബുദ്ധൻ ഇരിക്കണു, ബുദ്ധൻ ചമ്മറം പഠിച്ച് ഇരിക്കണു. ഇവൻ നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ ബുദ്ധിസം തന്നെ ആയിരുന്നു. അത് പൊളിച്ചു വന്നിട്ടാണ് ഹിന്ദുവിസം പിന്നെ കയറി വന്നത്. അത് പഴയ നമ്മൾ കുട്ടനാടൊക്കെ ചെന്നാൽ കാണാൻ പറ്റും. നമ്മൾ പഴയ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ അവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. കുട്ടനാടെന്ന് വെച്ചാൽ തന്നെ ബുദ്ധൻ്റെ ബുദ്ധവിഹാരങ്ങളുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും പണ്ടുണ്ടായിരുന്നു. ഇവർ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻവേഷൻ വന്നിട്ടില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡൊന്നും ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടില്ല, നേപ്പാൾ ഒന്നും ഭരിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവരിപ്പോഴും ആ കൾച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഇതൊരു ബ്രഹ്മാവിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്, 4 തലയുള്ള ബ്രഹ്മാവിൻ്റെ. ഇവരുടെ പേര് ഇവിടെ എത്തുമ്പോൾ പുള്ളിയുടെ പേര് മാറിയിട്ടുണ്ടാവും, ബ്രഹ്മാവെന്നായിരിക്കില്ല, പക്ഷേ സംഭവം ഒരാൾ തന്നെയാണ്. അത് നമ്മൾ ഓർക്കണം, ഇത് ബുദ്ധൻ്റെ ഒരു ടെമ്പിളാണ്, അവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപദേവകളായിട്ട് ആയിരിക്കും മാറിയേക്കുന്നത്. എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത അവസാനം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കൾച്ചർ ഡിഫറൻസിൽ എനിക്കിതിൻ്റെ ആകർഷണം വേണ്ടി മാത്രം വന്നേക്കുന്നത്, അതൊരു രസമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ഒരു ടെമ്പിളും വിടാറില്ല. എല്ലാത്തിനും ഈ പണിത് വെച്ചിരിക്കുന്നത് കാണാൻ രസമുണ്ട്. ഇവിടെ ഒരു പൂച്ചേനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വാലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയുണ്ടു. പൂച്ച ഇങ്ങനെ മാന്യനായിട്ട് അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ വിഗ്രഹങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ബുദ്ധൻ്റെ പ്രതിമയാണ് എല്ലായിടത്തും ഉള്ളത്. ഇതും ബുദ്ധൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിലും ബുദ്ധൻ തന്നെയാണ്. ബുദ്ധൻ പല രീതിയിലിരിക്കുന്ന പ്രതിമകൾ. തടിയുള്ള ബുദ്ധനുണ്ട്, തടിയില്ലാത്ത ബുദ്ധനുണ്ട്. ഈ കാണുന്നൊരു ബിഷുവാണ്. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ശിഷ്യന്മാരിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഞാൻ സൈഡിൽ കൂടെ ബീച്ചിലേക്ക് നടന്നു പോകാൻ വേണ്ടി ശ്രമിച്ചു. തൊട്ട് മുമ്പിൽ മലയാളി ഫാമിലിയാണ്, ബാക്കിലും മലയാളികളുണ്ടായിരുന്നു. നമ്മൾ ഈ മലയാളികളെ എവിടെ പോയാലും കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചന്ദനിൽ പോയാൽ പോലും മലയാളികളെ കാണാൻ പറ്റുന്നുള്ളത് ശരിയാണ്. ഇത് നമ്മുടെ ആ പട്ടയുടെ പോകുന്ന വഴികളാണ് ഈ കാണുന്നതെല്ലാം. ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികവും വരുന്ന ഈ 2 സ്ട്രീറ്റിലാണ്. ഇവിടെയാണ് പലപ്പോഴും താമസിക്കാറ്. ഇവിടെയുള്ള മിക്ക ഹോട്ടലിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരു 10-15 കൊല്ലത്തിൻ്റെ വരവിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സ്ട്രീറ്റ് എനിക്ക് ഭയങ്കര പരിചയമുള്ള സ്ട്രീറ്റാണ്. പരിചയമുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊന്നുകൂടെ ഈ സ്ട്രീറ്റ് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ പതിവ് പോലെ പട്ടയ ബീച്ചിലെത്തി ഒരു കുപ്പി ബിയറും വാങ്ങിച്ചങ്ങിരിക്കുക, കുറച്ച് നേരം കിടക്കുക, ഒരു മണിക്കൂർ കടന്നിട്ട് തിരിച്ച് പോവുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചാണ് ഈ ജോംടൺ ബീച്ച്. ഇവിടെ വന്ന് 10 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് കൊണ്ടുവന്ന് വന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബിയറൊക്കെ വെച്ചിരിക്കാൻ ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ ബീച്ചിൽ വെറുതെ ഇരുന്നാൽ മതി. കുറച്ച് ഇങ്ങനെ അതിനെ കുറിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബീച്ചായിട്ടാണ് എനിക്ക് ഈ ജോംടൺ ബീച്ച് തോന്നുന്നത്. ഇവിടെ ഉള്ളവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, ഇതൊരു ഡർട്ടി ബീച്ച് എന്നൊക്കെ ഇവർ പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. വിടതരൂ ഇന്നീ സായം സന്ധ്യയിൽ ഏതോ മായാ തീരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.